ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. രാജേട്ടൻ ചെയ്തൊരു ചാലഞ്ച് ലൈഫില് മ്യൂസിക്കൽ ജീവിതത്തിലാണ് എന്റെ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? സംഗീത ബന്ധപ്പെട്ടാണ് എന്റെ ഏറ്റവും വലിയ ചലഞ്ചാണ് എന്റെ അടുത്തിരിക്കുന്നത്. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ധ്യാൻ ഡയറക്ട് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ പാട്ടിന്റെ ട്യൂൺ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ചുമ്മാ അതായത് ആ പാട്ട് കേട്ടിട്ടുണ്ടാ? ഏതാ ടെമ്പോ? അത് ഈ ടെമ്പോയിലാണ്, ടാക്സിയിലാണ്. 5-8 മാറ്റ്. അല്ല, ഷാൻ ചേട്ടൻ ഇങ്ങനെ ഒരു 10 ട്യൂൺ എടുത്തോ എന്ന് പറഞ്ഞ് തരാണോ, അതോ ധ്യാൻ ഇല്ല ഇത് ശരിയല്ല ഇത് വേണം അങ്ങനെ വേണം, അതോ എനിക്ക് ഡിസ്കഷൻ ഇല്ല? ഉണ്ട്. അതൊക്കെ ഞാൻ ഇളയരാജ സാറിന്റെ പഴയ പാട്ടുകളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് സാറന്മാര്. ലവ് ആക്ഷൻ ഡ്രാമയിൽ എങ്ങനെയായിരുന്നു? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. സാർ എങ്ങനെയാ പാട്ട് ഇപ്പത്തെ നമ്മളൊന്ന് കേട്ട് നോക്കൂ, അഭിപ്രായം പറയൂ. അങ്ങനെയല്ലേ നമ്മൾ അയച്ചതിന് ശേഷം? അതെ, കറക്റ്റ് ആണല്ലേ? കറക്റ്റാ, പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. ഷാനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് അയച്ചതിന് ശേഷം ഷാനിക്ക് താഴെ അയക്കും. ഗംഭീരല്ലേ, ഷാനിക്ക് തന്നെ അയക്കും. അവൻ പാടിയത് കേട്ടില്ലേ? എന്താ ശബ്ദത്തിന്റെ ഒരു മാധുര്യം അല്ലേ? ധ്യാൻചേട്ടൻ എന്തെങ്കിലും പറയുമല്ലോ. പക്ഷെ എനിക്ക് ലോകത്ത് വേറെ ആരോടൊന്നും പറയാം, ഷാനിക്കിനോട് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. കാരണം എന്റെ ജ്യേഷ്ഠനേക്കാളും മുത്തതാണ്. അപ്പൊ ഞാൻ ഓടിക്കളിച്ചടക്കുമ്പോ കണ്ട മനുഷ്യനാണ്. അങ്ങനെ വലിയ മൂപ്പൊന്നുമില്ല. ഒരു 10-30 വയസ്സിന്റെ വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പൊ എനിക്ക് ഷാനിക്കാരെ അടുത്ത് എതിർത്ത്, കാരണം നമുക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ പാട്ട് കൊള്ളൂല. എന്മാതിരി കോളോട്ട് എന്നെ ആ മണ്ടയിലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അതെ, ഞാൻ പറഞ്ഞു ഏറ്റവും 10ാമത്തെ 15ാമത്തെ ട്യൂണാണ് നന്നാവുന്നത്. പാടാൻ പോകുന്ന തനിക്കുമില്ല കുറെ പഴക്കം. പാടാൻ പോണ പാട്ടും പഴയതല്ലേ, തന്നെ കൊണ്ടത് പാടിച്ചിട്ടേ വിടൂ. നമ്മൾ ഷാനിക്കയുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുള്ളൂ, അറിയാലോ. നന്നായ ഒരാളാണ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. പൊതുവെ ആൾക്കാർ ചോദിക്കും, പാട്ട് എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്തത് അതോ ട്യൂൺ ഇട്ടിട്ടാണോ പാട്ട് എഴുതിയത്? ആ ട്യൂണിംഗ് അല്ല, വേറെ ആലോചിച്ച് പോണ്ട. ബ്ലോക്ക് പോയല്ലോ നീ വന്ന് എൻ ലൈഫിൻ ബ്ലോക്ക് പോയല്ലോ. വയലാർ എഴുതുമോ ഇതുപോലെ? മാജിക്കാണ് ഷാനിക്കാസ്. അപ്പൊ അതുകൊണ്ട് ഷാനിക്കൊക്കെ പോലും അറിഞ്ഞൂടാ അത് എങ്ങനെ സംഭവിക്കുന്നത്. മാജിക്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഓണസമയം വരുമ്പോ ഷാനിക്കയുടെ മറ്റേ കല്യാണ മണം അടിക്കുമല്ലോ മദ്യത്തിന്റെ, അതുപോലെ ഉണരും ഷാനിക്ക. കാരണം ഷാനിക്കയുടെ പാട്ടുണ്ടാവും, ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ലവ് ആക്ഷൻ സമയത്ത് എനിക്ക് ആക്ച്വലി വേറെ കുറെ പാട്ടുകൾ അയച്ചു തന്നിരുന്നു. പിന്നീട് ഞാനത് കേട്ടിട്ട് പടമൊക്കെ ഇറങ്ങിയ ശേഷം എനിക്ക് അയച്ചു തന്ന പല പാട്ടുകളും പിന്നീട് ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. എന്താ ഉണ്ടായേ? ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. പിന്നെ ഞാനത് വെറുതെ വെച്ചോണ്ടിരിക്കും. നിങ്ങൾ ബിസിനസ് മൈൻഡഡ് ആണ്. വെച്ചിട്ടിരിക്കാൻ പറ്റുമോ? പെൺഡ്രൈവിലാക്കിട്ട് കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട്. ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?